കോൺഗ്രസിലെ മന്ത്രി തർക്കം ഏതാണ്ട് അവസാനിക്കുന്നുവെങ്കിലും മുന്നണിയിൽ കീറാമുട്ടിയായിരിക്കുകയാണ് മന്ത്രിസ്ഥാനങ്ങൾ. 5 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. 4 പേരെ നൽകാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. വിദ്യാഭ്യാസം അടക്കം പ്രമുഖ വകുപ്പുകൾ വേണമെന്ന കടുംപിടുത്തം ലീഗ് തുടരുകയാണ്. ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം UDF യോഗം വീണ്ടും ചേരും. വിവരങ്ങൾ വീണ നൽകും. വീണ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രമേശ് ചെന്നിത്തലയിലേക്ക് ആഭ്യന്തരം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിസഭയിലെ രണ്ടാമൻ ചെന്നിത്തലയാകും. അത് ഒരുപക്ഷെ വലിയ രീതിയിൽ തന്നെ രണ്ടാമനാകാൻ കുപ്പായം വിട്ടിരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ പ്രശ്നമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുഞ്ഞാലിക്കുട്ടി വരാൻ സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. രണ്ടാമത്തെ പോയിന്റ്, 5 മന്ത്രിമാരായിരുന്നു രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ലീഗിൻ്റെ പ്രാതിനിധ്യം. അത് വെട്ടിക്കുറയ്ക്കാൻ ലീഗ് തയ്യാറാകുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. കാരണം മുഖ്യമന്ത്രി വരെ തീരുമാനിച്ച പാണക്കാട്ട് 22 MLA-മാരുള്ള പാർട്ടിയാണ്. അവരങ്ങനെ വിട്ടുകൊടുക്കും? തീർച്ചയായും ശ്യാമ, ആ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത്. ഈ മന്ത്രിസഭാ രൂപീകരണം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ആ ഒരു വിവാദത്തിന് ശേഷം കോൺഗ്രസിന്റെ മുമ്പിലുള്ള വലിയൊരു കീറാമുട്ടി. ആ കീറാമുട്ടിയിലാണ് ഇപ്പോൾ തലപുകഞ്ഞുള്ള ചർച്ച നടക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് VD സതീശൻ രമേശ് ചെന്നിത്തലയെ കണ്ടു, ഒപ്പം തന്നെ അതുപോലെ തന്നെ KC വേണുഗോപാലിനെ കണ്ടു. അതിനുശേഷമാണ് ഈ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ തന്നെയും നിരവധി പേർ, MLA-മാരടക്കമുള്ള നിരവധി പേർ, ഘടകകക്ഷിയിലെയും ഒപ്പം തന്നെ മറ്റ് നേതാക്കളടക്കമുള്ളവർ നിയുക്ത മുഖ്യമന്ത്രിയെ VD സതീശനെ കാണാൻ കാത്തിരുന്നു. അല്പസമയങ്ങൾക്ക് മുമ്പാണ് അനൂപ് ജേക്കബും അതുപോലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അനൂപ് ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തി. അതുപോലെ തന്നെയാണ് ചാണ്ടി ഉമ്മനും ഇവിടെ എത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിന്ന് VD സതീശൻ KPCC-യിലേക്ക് പോയിരിക്കുന്നത്. ലീഗ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ശ്യാം സൂചിപ്പിച്ചതുപോലെ 5 മന്ത്രിസ്ഥാനം വേണമെന്നുള്ളത്, അതായത് വിദ്യാഭ്യാസം, പൊതുമരാമത്ത് അടക്കമുള്ള വകുപ്പുകളിൽ തങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വേണമെന്നുള്ളൊരു അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും VD സതീശൻ അതിന് മുന്നിലേക്ക് തലകുനിക്കേണ്ടി വരുമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ടീം UDF, എപ്പോഴും ടീം UDF എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അതിൽ UDF മുഴുവനായി എത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ 4 മന്ത്രിമാരെ നൽകാമെന്നുള്ള കാര്യമാണ് UDF അറിയിച്ചിരിക്കുന്നത്. അതും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈമാറുമ്പോൾ അതിലടക്കം UDF-ൽ ധാരണയാകേണ്ടതുണ്ട്. ഇപ്പോൾ ഘടകകക്ഷികളിലെ ഉഭയ ചർച്ചയാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നത്. നിലവിൽ VD സതീശൻ പുറത്തേക്ക് പോയെങ്കിലും ഈ അനൂപ് ജേക്കബ് അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. KPCC-യിലേക്ക് പോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾ തമ്മിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു അനുനയ നീക്കം നടക്കേണ്ടതുണ്ട്. അല്പസമയങ്ങൾക്ക് മുമ്പ് ജോസഫ് വാഴക്കൻ ഇവിടെ എത്തിയും. നമുക്കറിയാം ചെന്നിത്തല പക്ഷത്ത് നിൽക്കുന്ന MLA ആണ്. അദ്ദേഹം അടക്കം പറഞ്ഞത് ഇപ്പോഴും വകുപ്പുകൾ തമ്മിലുള്ള, അതായത് ചെന്നിത്തലയുടെ വിഷയത്തിൽ തർക്കമില്ലായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു അനുരഞ്ജന നീക്കം ഉണ്ടായിരുന്നു. നിയുക്ത മുഖ്യമന്ത്രിയും ചെന്നിത്തലയും തമ്മിൽ അതുമായി ബന്ധപ്പെട്ട് തർക്കമേ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ആഭ്യന്തര വകുപ്പ് കൈവിട്ടു പോയതിൻ്റെ ഒരു ദുഃഖം VD സതീശൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ, മുഖ്യമന്ത്രി ആരാണോ അവർ തന്നെയാണ് ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും സുപ്രധാന വകുപ്പാണ്. നീതിന്യായ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സാമൂഹ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെയാണ്. അത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു അമർഷം അല്ലെങ്കിൽ നിരാശ VD-യുടെ ഉള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് അത്തരത്തിലുള്ള വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ അടുത്തത് ഏതായിരിക്കാം നിയുക്ത മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധനകാര്യ വകുപ്പ് അടക്കം പരിഗണനയിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ വകുപ്പിൽ പ്രാവീണ്യമുള്ള ആളെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ ആ വകുപ്പ് മുഖ്യമന്ത്രിയുടെ പക്ഷത്തേക്ക് എത്തുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടാതെ തന്നെയാണ് ജോസഫ് വിഭാഗം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അവർക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. 7 MLA-മാരുണ്ട്, അതിൽ തങ്ങൾക്ക് 2 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഏക MLA-മാരുള്ള നിരവധി ഘടകകക്ഷികളുണ്ട്. അവർക്കും ഏതാണ്ട് മന്ത്രിസ്ഥാനം നൽകണമെന്നുള്ള ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് പൂർണ്ണമായിട്ടൊരു തീരുമാനം എത്തേണ്ടതുണ്ട്. ഘടകകക്ഷികളിലെ ഉഭയകക്ഷികളുമായുള്ള ചർച്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ UDF-മായി ബന്ധപ്പെട്ടുള്ളൊരു ചർച്ച നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം നാളെയോടുകൂടി ഈ മന്ത്രിസഭയിൽ ആരൊക്കെയാണുള്ളത്, ആ മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ലിസ്റ്റ് ഗവർണർക്ക് നൽകേണ്ടതുണ്ട്. മുസ്ലിം ലീഗിനെ അനുനയിപ്പിച്ച് എങ്ങനെ കൂടെ നിർത്താൻ സാധിക്കുമെന്നുള്ള
തകൃതിയായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് നടക്കുന്നത്. അത് തലവേദന സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ തലവേദന സൃഷ്ടിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അല്പസമയങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ച ജോസഫ് വാഴക്കനും പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ ചിലരുടെ വകുപ്പുകൾ തമ്മിലുള്ള കാര്യത്തിലാണ് തർക്കം നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലടക്കം ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അദ്ദേഹം ന്യായീകരിച്ച് മടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം തന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഉറപ്പിച്ചിരുത്താൻ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് മുസ്ലിം ലീഗ് ആണ്. അതിനാൽ തന്നെ മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾ അതെങ്ങനെയും പരിഗണിക്കുക, അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും UDF കൊണ്ട് നടത്തിയെടുപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾക്കായിരിക്കും വി ഡി സതീശൻ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്യാം. യെസ് വീണ, എന്തായാലും ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ ഉറപ്പിക്കണം എന്ന ഒരു കണക്കൂട്ടലാണ്. കാരണം ആഭ്യന്തരം കയ്യിൽ നിന്ന് പോവുകയാണ്. ചെന്നിത്തലയെ കൂടുതൽ ശക്തനാക്കിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിലേക്ക് രമേശ് ചെന്നിത്തല വരികയാണ്. വി ഡി സതീശൻ ക്യാബിനറ്റിൽ. സ്വാഭാവികമായിട്ട് അത് വലിയ രീതിയിൽ തന്നെ സതീശന് തന്നെയാണ് ബുദ്ധിമുട്ട് എന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. ധനകാര്യ വകുപ്പ് കൂടി കയ്യിൽ വെക്കുന്നതോടൊപ്പം 5 ലീഗ് മന്ത്രിമാരെ കൂടി ക്യാബിനറ്റിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരിക്കും വി ഡി സതീശൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ലീഗിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. ഇതിൽ പൊതുമരാമത്തുണ്ട്, നഗരവികസനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വ്യവസായം, IT ഇതൊക്കെ ലീഗായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ.